എന്തിനും ഉപയോഗിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വാർഡ് ഇവിടെ എത്ര ചെയ്താലും പോരാത്തൊരു വാർഡാണ്. കാരണം അത്രമാത്രം കുടിവെള്ള വിഷയങ്ങളുണ്ട്, വീട് വിഷയങ്ങളുണ്ട്, മറ്റുള്ള വാർഡിലേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉള്ള ഒരു വാർഡാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മെമ്പർ അനുഭവിക്കുന്നു. എത്ര ചെയ്താലും എന്ത് ചെയ്താലും പരാതി വീണ്ടും ബാക്കിയാണ് ഈ വാർഡിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള ഒരു വാർഡാണ്, മറ്റുള്ള വാർഡുകളൊന്നും അല്ല. അപ്പൊ പക്ഷെ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണം നമുക്കറിയാം, ഇവിടെ ഈ ജൽജീവൻ മിഷൻ പോലുള്ള കുടിവെള്ള പദ്ധതികൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ഈ ഇവിടം വരെ കണ്ട് പൈപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ മേലോട്ട് പിന്നെ പൈപ്പ് കിട്ടില്ല, ചെറിയ പൈപ്പ് വെള്ളം കൊടുക്കുന്നത്. പക്ഷെ ഇതിന്റെ വിഷയം എനിക്ക് തോന്നുന്നു ഈ ഇവിടുന്ന് എങ്ങാണ്ട് വരുന്ന പൈപ്പ് ചെറുതും പിന്നെ മേലോട്ട് പോയ പൈപ്പ് വലുതും. കേരളമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൈപ്പ് 4 ഇഞ്ചിന്റെ പൈപ്പല്ലേ ഇവിടുന്ന് വന്നേക്കും. 4 ഇഞ്ച് പൈപ്പല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോയേക്കുന്ന പൈപ്പ് 2 ജാരി 3 ജാരി അങ്ങനെ വരുമ്പോഴത്തേക്ക് കയറത്തില്ല. അവിടെ അങ്ങോട്ട് പോകണ പൈപ്പ് 4 ഇഞ്ച് തന്നെ വേണം. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയ, ഈ ജൽജീവൻ മിഷൻ പോലുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയത് ഇതെല്ലാം ഇതുപോലുള്ള തട്ടിപ്പും വെട്ടിപ്പോയി. ജനങ്ങൾക്ക് വെള്ളം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ 4 ഇഞ്ച് പൈപ്പ് തന്നെ മേലോട്ട് പോകണമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രദേശത്ത് യഥാർത്ഥത്തിൽ ഈ ജൽജീവൻ മിഷൻ പോലുള്ള പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സ്വന്തമായിട്ടുള്ള അതിനുവേണ്ടിയെല്ലാം പൈസ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കും. ഇത് പക്ഷേ എവിടെയെങ്കിലും അത് താഴെ നടക്കുന്ന ഒരു പൈപ്പിൽ കൊണ്ടൊരു കണക്ഷൻ കൊടുത്ത് ആ പൈപ്പ് 4 ഇഞ്ചാണെങ്കിൽ ഇവിടെ കരുതിക്കൊണ്ട് 2 ഇഞ്ച് പൈപ്പായിരിക്കും. അങ്ങനെ കണക്ഷൻ കൊടുത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ വെള്ളം കിട്ടത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഒരുപാട് ആൾക്കാർ കുടിവെള്ളം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ വർഷങ്ങളുണ്ട്. അവർക്കൊന്നും കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഈ പഞ്ചായത്ത് ചെയ്തില്ല. മെമ്പറിന് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പം ജൽജീവൻ മിഷൻ ഇവിടെ അനുവദിക്കണം, പൈപ്പ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന എല്ലാം പഞ്ചായത്തിന്റെ തരത്തില്ല. പഞ്ചായത്ത് ആ കരാറുണ്ട്, പഞ്ചായത്താണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്, മെമ്പർ അല്ല. അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് നമുക്കറിയാം.